വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ സെൻസസിനുള്ള പരിപാടിയൊക്കെ തുടങ്ങാൻ പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഉടനെ തന്നെ ഒരു സെൻസസ് വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് മണ്ഡല പുനർനിർണയമൊക്കെ വരും. അപ്പൊ അവിടെ സീറ്റ് കൂടുമ്പോൾ ഇവിടെ സീറ്റ് കുറയും, ഇവിടെ സീറ്റ് കുറയുന്നതിന്റെ അനുപാതത്തിലല്ല അവിടെ സീറ്റ് കൂടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ ഓൾറെഡി ഇവിടെ തുടങ്ങി കഴിഞ്ഞു. ഇപ്പോൾ ലീഗൊക്കെ പോയി നമ്മുടെ കേന്ദ്രമന്ത്രിമാരെയൊക്കെ കാണുന്നുണ്ട്. കാരണം ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഉള്ള സീറ്റിനെക്കാട്ടിലും കൂടി അതിഭീകരമായിട്ട് കൂടും എന്നൊക്കെയാണ് അവർ പറയുന്നത്. പോരാത്തതിന് 1970 ഇത് നിർത്തിവെച്ച സമയത്ത് ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടിയാണ് ഇത് നിർത്തിവെച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഇന്ദിരാഗാന്ധിയൊക്കെ വന്ന സമയത്തും ഈ ഉത്തരേന്ത്യയിലെ ജനസംഖ്യാ നിയന്ത്രണം അത് കൃത്യമായിട്ട് വന്നില്ല. കാരണം അവർക്ക് വിവരമില്ലല്ലോ. കേരളത്തിൽ ആ സമയത്ത് ഇത്ര കോടി ജനങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും നമ്മൾ എത്ര ആഞ്ഞു പിടിച്ചിട്ട് ഇപ്പൊ 3.5 കോടി ആയിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഉത്തർപ്രദേശിൽ അങ്ങനെയല്ല, അവിടെ ബ്രസീലിന്റെ ജനസംഖ്യയാണ്, അപ്പൊ അവിടെ കൂടും. അപ്പം നമ്മൾ ഇത് പണ്ട് ഈ സാധനം നിർത്തിവെച്ചത് ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടിയിരുന്നു. ആ ജനസംഖ്യാ നിയന്ത്രണം നമ്മൾ ഇവിടെ നടപ്പിലാക്കിയപ്പോൾ അവരവിടെ നടപ്പിലാക്കിയില്ല. അവരവിടെ നടപ്പിലാക്കാത്തത് കൊണ്ട് നമുക്കിവിടെ സീറ്റ് കുറയുമ്പോൾ അവർക്ക് അവിടെ സീറ്റ് കൂടാൻ പാടില്ല എന്തൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം അമിത്ഷാ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. നമ്മുടെ ഒരു സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് അമിത്ഷാ ഇറക്കിയ പ്രസ്താവന, നമ്മുടെ രാജ്യത്ത് ഇപ്പോ 19% മുസ്ലിം ജനസംഖ്യ ഇപ്പൊ 24%. 2011 സെൻസസിൽ 19% എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് 24% വർദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ പ്രത്യുൽപാദന നിരക്കല്ല, മറിച്ച് നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ അകത്തേക്ക് കയറി വരുന്നതാണ് എന്ന് അമിത്ഷാ പറയുന്നുണ്ട്. അപ്പോൾ ഉപയോഗിച്ചിട്ട് ഞാൻ വിചാരിക്കുന്നത് 19% നിന്ന് ഒറ്റയടിക്ക് 24% ആകണമെങ്കിൽ എത്ര ശതമാനം നുഴഞ്ഞുകയറ്റക്കാർ ഇതിനകത്തോട്ട് വന്നു കാണും? ഇവരൊക്കെ നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? ഈ വന്നു കയറിയ ആൾക്കാരൊക്കെ ഓൾറെഡി ഇവർക്ക് ഇവിടെയുള്ള എല്ലാ രേഖകളും സംഘടിപ്പിച്ച് ഇവിടെ ചട്ടിയും കുട്ടിയൊക്കെ ആയിട്ട് ഒരു താമസം തുടങ്ങിയ ആൾക്കാരുമാണല്ലോ. ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരുപാട് പേര് ഇതുപോലെ താമസമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ, ബംഗ്ലാദേശികളാണെങ്കിലും ഇനി അവരെ ഇറക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രക്ഷോഭം നമ്മൾ ചിലപ്പോൾ നേരിടേണ്ടി വരും. ചിലപ്പോ ഈ എന്താ പറയാ, ഹമാസിന് വേണ്ടി വരെ പ്രതിഷേധിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോഴാണ് ബംഗ്ലാദേശിലെ ആൾക്കാർ, ഹമാസ് അവിടെ വലിയ ഇത് നടത്തി കഴിഞ്ഞാൽ അതിന് ഇവിടെ ഹമാസിനെ അനുകൂലിച്ച് പ്രതിഷേധം നടക്കും. ഇവർക്ക് ഇന്ത്യ എന്നോ അങ്ങനെയൊന്നും ഇല്ല. ഇവർക്ക് ഇവരുടെ മതം ആയി കഴിഞ്ഞാൽ അത് മതി എന്ന് പറഞ്ഞാൽ, ഒരു അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ആഗോള മുസ്ലിം ബ്രദർഹുഡിലാണ് ഈ സാധനം പ്രവർത്തിച്ചു പോകുന്നത്. അതുകൊണ്ട് ബംഗ്ലാദേശിന് വന്നാലും വന്നോട്ടെ എന്നുള്ള രീതിയിൽ ഇവരെയൊക്കെ നമ്മൾ എങ്ങനെ ഇറക്കി വിടും എന്നുള്ളതൊരു ചോദ്യമാണ്. പിന്നെ അമിത്ഷാ പറയുന്നത് ഹിന്ദു ജനസംഖ്യ ആ സമയത്ത് ഇത്ര ശതമാനത്തിൽ നിന്നും 79% കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇത് കുറയുകയും മറ്റേത് കൂടുകയും ചെയ്യുന്നു. പക്ഷെ മറ്റേത് കൂടുന്നത് ഇന്ത്യൻ മുസ്ലിംസിന്റെ പ്രത്യുൽപാദന നിരക്കുണ്ടല്ല, മറിച്ച് നുഴഞ്ഞുകയറ്റക്കാർ വരുന്നതുകൊണ്ടാണ്. ഇതൊരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. എങ്ങനെ നമ്മൾ ഇതിനെ നേരിടും, എങ്ങനെ ഇതിനെ അഡ്രസ് ചെയ്യും? ഇതിൽ തൊട്ടാൽ കൈപൊള്ളുന്ന ഒരു സാധനമാണ്. എന്ത് തോന്നുന്നു? ഈ നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ അറിയാൻ കഴിയും, ഇതിനെക്കുറിച്ച് തന്നെ ഒരു 3-4 തവണ ഞാൻ തന്നെ ഇരുന്നിട്ടുണ്ട്. ഞാനും ധനുഷുമായിട്ടും ഇരുന്നിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. ഉത്തർപ്രദേശിന്റെ ബോർഡർ അതിർത്തി, നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളില് പെട്ടെന്ന് തന്നെ പള്ളികൾ, മസ്ജിദുകൾ പെട്ടെന്ന് തന്നെ ഉയരുകയാണ്. ഒരുപാട് മസ്ജിദുകൾ ഉയരുന്നു, മദ്രസകൾ ഉയരുന്നു. അപ്പോൾ ഇത് അന്വേഷണം ആരംഭിച്ചു. ഇത്ര പെട്ടെന്ന് എങ്ങനെ വരുന്നു? ഇതേപോലെ തന്നെ ഉത്തരാഖണ്ഡില് പെട്ടെന്ന് തന്നെ വരുന്നു. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള അന്വേഷണമായപ്പോൾ ഇതെല്ലാം ഒരു 5 to 10 വർഷത്തിനിടയിലാണ് ഈ മസ്ജിദുകളും അതുപോലെ തന്നെ മദ്രസകളും ഉയർന്നിരിക്കുന്നത്. അപ്പോൾ അന്വേഷണം ആരംഭിച്ചു. അപ്പൊ കൊച്ചുകുട്ടികളല്ല, ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോഴേ മസ്ജിദും മദ്രസ ഒന്നും പണിയില്ലല്ലോ. ഒരു 10-15 വയസ്സെങ്കിലും ആകണ്ട, അവനെന്തെങ്കിലും 10, 18, 20 വയസ്സെങ്കിലും ആകണ്ട. അവിടെ ചെല്ലുമ്പോഴെല്ലാം വലിയ ആളുകളാണ്. എങ്ങനെ ഈ ആളുകൾ ഇവിടെ എത്തി എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണമായി. ഇതൊരു സ്ഫോടനവുമായി ബന്ധപ്പെട്ടും ടെററിസവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് അവിടെ ചെന്ന് നിന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ബംഗ്ലാദേശുമായി ചേരുന്ന ബോർഡറുകളിലും ഈ നേപ്പാളുമായി ചേരുന്ന ബോർഡറുകളിലും ഒക്കെ വ്യാപകമായ രീതിയിൽ ഇതുകൊണ്ട് അനവധി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം അനവധി അനധികൃത മദ്രസകളും മസ്ജിദുകളും ഉയർന്നിരിക്കുന്നു. അപ്പോൾ യോഗി ഉത്തർപ്രദേശിലെ ഈ പറയുന്ന മസ്ജിദിന്റെ അതിന്റെ തലപ്പത്തിരിക്കുന്നവരുണ്ടാവുമല്ലോ, മസ്ജിദിന്റെ അതിന്റെ അധികാരികളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇത് എങ്ങനെയാണ് ഇത് സംഭവം ഇങ്ങനെ വന്നത്? അപ്പൊ അവര് പറഞ്ഞത്, ഞങ്ങളൊരു മസ്ജിദും അതിന്റെ പള്ളി കമ്മിറ്റി മദ്രസയൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയമാണ്. കാരണം സാമ്പത്തികമാണല്ലോ ഒരു പ്രധാന പ്രശ്നം. വരാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇത്ര മനോഹരമായിട്ട് പടപടാന്ന് പറഞ്ഞ് ഈ മസ്ജിദുകളും ഒക്കെ വരുന്നത് ഞങ്ങളല്ല, ഇന്ത്യക്കാരല്ലത്, ഞങ്ങളുടെ ആളുകളുമല്ല, ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ആസാമിലും അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞത്, തദ്ദേശീയരല്ല, അതുകൊണ്ട് പിടിച്ച് അകത്തിടും. അങ്ങനെ അന്വേഷണം വന്നു, ഇവരെ പിടികൂടി കഴിഞ്ഞപ്പോൾ പലരും ഇവിടുന്ന് നാട് വിട്ടു ബംഗ്ലാദേശിലേക്ക്.
ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ റോഹിംഗ്യകൾ ഉൾപ്പെടെയുള്ളവരായിരുന്നു. അവർക്ക് വലിയ രീതിയിൽ പുറത്തുനിന്നും മറ്റും ഫണ്ട് എത്തിച്ചുകൊണ്ട് ഈ കിടക്കുന്ന ഇന്ത്യ നേപ്പാൾ ബോർഡർ, നേപ്പാളിന്റെ ബോർഡറിലും ഉണ്ട്, നേപ്പാളിനകത്തും ഉണ്ട് ഇത്തരക്കാർ വന്നിട്ട് വലിയ രീതിയിൽ മസ്ജിദ് മദ്രസ നിർമ്മിച്ച് അവിടെ അങ്ങ് പ്രവർത്തനം ആരംഭിക്കുന്നു. ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ അതിന് തടയിട്ടു. അവിടെ ഇതുപോലെയുള്ളത് വരുമ്പോൾ അവിടെ പോലീസിൽ ഇൻഫോം ചെയ്യണം. പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ പള്ളിക്കകത്ത് പ്രാർത്ഥിക്കാൻ വന്നാൽ പോലും ഇൻഫോം ചെയ്യണം, പുറത്തുനിന്ന് വരുന്ന ഒരാളാണ് ഞാൻ എന്ന് പോലീസിന് ഇൻഫോം ചെയ്യണം. പോലീസ് പറയും. അതേപോലെ പള്ളി കമ്മിറ്റിയെ ഇൻഫോം ചെയ്യണം. ആ പള്ളിയിൽ ഒരു മസ്ജിദിൽ നിസ്കരിക്കാൻ വരുമ്പോൾ ആ പള്ളിയുടെ ഒരു അധികാരി ഉണ്ടാകുമല്ലോ, അതിന്റെ ഒരു ലീഡർ. അവിടെ ആ പള്ളി കമ്മിറ്റിയിൽ പോയിട്ട് പെർമിഷൻ വാങ്ങണം, അവിടെ കൊടുക്കണം. ഇത് ഞാൻ ഇന്ന ബംഗ്ലാദേശിൽ നിന്ന് വന്നാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ ഇടം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യണം. അതങ്ങനെ നിയമം കർശനമാക്കിയപ്പോൾ ഇപ്പോൾ അവിടെയും ഏതാണ്ടൊക്കെ ഇതിനൊക്കെയുള്ള മസ്ജിദുകളും കാര്യങ്ങളൊക്കെ ഇടിച്ചു നിരത്തി. യു പി പിന്നെ ഈ കള്ളത്തരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റ് പോലും വെക്കില്ല, എല്ലാം കൂടെ അടിച്ച് ചവിട്ടി മാറ്റി കൊടുത്തു. ഉത്തരാഖണ്ഡിലും ഇതുപോലെ തന്നെ ഈ കേദാർനാഥിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്, അവിടെയും ഇത് കണക്കാൻ അടിച്ചുകൂട്ടി എല്ലാം കൂടെ കൊടുത്തു. അപ്പം ഈ വലിയ രീതിയിൽ തന്നെ ഇത്തരം മസ്ജിദുകളുടെ മദ്രസകളുടെ മറവിൽ ഇവർക്ക് പെട്ടെന്ന് ഈ പണ്ട് ഞാൻ ഈ ഇടുക്കിയിൽ വെച്ച് അവിടെ ഈ കയ്യേറ്റത്തിന്റെ വളരെ രസകരമായിട്ട് ഈ ഡാമിന്റെ ഭാഗങ്ങൾ കയ്യേറുന്നവരുടെ കഥ എങ്ങനെയാണെന്നറിയോ? ഡാം കയ്യേറുന്നത് ആദ്യം ഈ ഡാമിന്റെ ഭാഗത്ത് കൊണ്ട് 1-2 വാഴ വെക്കും സൈഡിൽ, ഡാമിന്റെ സൈഡിൽ അങ്ങനെ വാഴ വെച്ച്, വാഴയാണല്ലോ ഒരു 7-8 മാസം കഴിയുമ്പോൾ ഇപ്പം വേറെ പ്രശ്നമൊന്നുമില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല, വാഴ വളരുന്നു, പുറത്തേക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഡാമിന്റെ ആ കൈവഴികളാണ്, ആ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം വരുന്ന സ്ഥലമാണ്. കറക്റ്റ് പ്രോപ്പർ ഇടുക്കിയുടെ നടുക്കൂടാണ് ഇത് ആലുവാപ്പുഴയിലേക്ക് പോകുന്നത്. അവിടെ കൊണ്ട് കെട്ടും. ഇച്ചിരി കഴിയുമ്പോൾ കപ്പ നടും. കപ്പയ്ക്കും വലിയ താമസമൊന്നുമില്ല, 4-5 മാസം പോയാലും കുഴപ്പമൊന്നുമില്ല. കിട്ടിയ 3 മാസം കഴിയുമ്പോൾ അതായത് ഈ കൃഷിയിടം ഇപ്പൊ വന്നിട്ട് ഇതിനകത്തൊരു വകുപ്പുണ്ട്. അതായത് കൃഷിയിടം നശിപ്പിക്കാൻ കഴിയില്ല. അതായത് ഈ വിളവ് എടുത്ത് നിൽക്കുന്നത്, വിളവിന് ഭാഗമായിട്ടുള്ള കൃഷിയിടം നശിപ്പിക്കാൻ വനം വകുപ്പിനോ സർക്കാരിനോ കഴിയില്ല. ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന സാധനം. തേക്ക് വെക്കാൻ പറ്റില്ല, തേക്ക് വെച്ചാൽ പൊക്കും. കാരണം ഈ തേക്കിന് ഒരുപാട് വർഷം, 20 വർഷമെങ്കിലും മിനിമം വേണം. അപ്പം വാഴയും കപ്പയുമാണ് ഇത്. അപ്പൊ ഇതിങ്ങനെ കുറച്ചാൾ പോകും. ഇതൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ അനുഗ്രഹാശിസ്സുകൾ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ കൃഷിയിടമായി ഇതങ്ങനെ കുറച്ചാൾ പോയി കഴിയുമ്പോൾ അവിടെ ഒരു 4 കമ്പിൽ ഒരു ടാർപ്പ വലിച്ചു കെട്ടും, ഒരു ചെറിയ ഷെഡ്. കുറച്ച് കഴിയുമ്പോൾ ഈ ഷെഡിന്റെ 4 വശവും ഇഷ്ടിക ഇങ്ങനെ പെറുക്കി വെക്കും. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടിക പൊക്കം കൂടുന്നു, ഒരു ചെറിയ റൂമായിട്ട് രൂപാന്തരപ്പെടുന്നു. ഇപ്പൊ നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ ഇങ്ങനെ ഈ ഗ്രാഫിക്സ് വർക്ക്, അതുപോലെയാണ് ഇവിടെയും വർക്ക് നടക്കുന്നത്. പിന്നെ അതൊരു കെട്ടിടമായി മാറുന്നു. കുറെ കഴിയുമ്പോൾ ഈ കെട്ടിടത്തിന് പതുക്കെ നമ്പർ സംഘടിപ്പിക്കുകയോ അഡ്രസ് സംഘടിപ്പിക്കുകയോ ചെയ്യുന്നു. പിന്നീട് ഇതൊരു പെർമനന്റ് രേഖയായിട്ട് മാറുകയാണ് ഈ സാധനം. പിന്നീട് ഇത് മറിച്ചു കൊടുക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം പിന്നീട് അവിടെ വരുന്നത് വലിയ റിസോർട്ടുകളാണ്. അതായത് ഒരു വാഴയിലും കപ്പക്കമ്പിലും തുടങ്ങിയ ഒരു കയ്യേറ്റം റിസോർട്ടിൽ എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് 2015 വെള്ളപ്പൊക്കം വന്നപ്പോ ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്ന കാര്യം വന്നു. അപ്പോൾ റൂട്ട് അറിയില്ല, ഏതുവഴി പോകും ഈ വെള്ളമെന്ന് പറയുന്നുണ്ട്. ഈ ഇടുക്കിയുടെ പിന്നെ ആ ഒരു ഇതിൽ കൂടെ ആ നീർച്ചാലിൽ കൂടെ പോകേണ്ട വെള്ളത്തിന് അളവില്ല. മീൻസ് എങ്ങനെ പോകും, 2 സൈഡിലും ആളില്ല എന്ന്. സാധാരണ ഈ ഡാം ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മാപ്പ് ഇന്ത്യയിലെ എല്ലായിടത്തും, എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലായിടത്തെയും ഈ ഡാമുകൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ വെള്ളം പോകേണ്ട വഴികളെ കുറിച്ചും അതിന്റെ അളവുകളെ കുറിച്ചും കൃത്യമായി മാപ്പിംഗ് ചെയ്തിട്ട് പടം കിട്ടും. നമ്മുടെ കേരളത്തിൽ കിട്ടത്തില്ല, കേരളത്തിൽ കൊടുത്തിട്ടില്ല പടം. എങ്ങനെ കൊടുക്കും? വെള്ളം പോകാൻ സ്ഥലമില്ല, കംപ്ലീറ്റ് കയറി കയ്യേറിയല്ലേ വെച്ചിരിക്കുന്നത്. അവസാനം 2018 പ്രകൃതിക്ക് തന്നെ മടുത്ത് തലേ കൈ കൊടുത്തുകൊണ്ട് ഒരൊറ്റ മഴവെള്ളവും വെള്ളപ്പൊക്കവും വന്ന് എല്ലാത്തിനും തൂത്തു വാരിയെടുത്ത് ദൂരെ കളഞ്ഞു. ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞു വന്നത് ഇതേ രീതിയിൽ തന്നെയാണ് ഇതിനൊക്കെയുള്ള കുടിയേറ്റക്കാർ ഇവിടെ വരുന്നത്. ഇവരെ പിന്നീട് ധനുഷ് പറഞ്ഞതുപോലെ തന്നെ വോട്ടർ പട്ടികയും ആധാർ കാർഡും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ വോട്ടർമാരാകുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ട്? മുസ്ലിം സംഘടന മാത്രമാണല്ലോ SIR-നെതിരെ രംഗത്തെത്തുന്ന മതസംഘടന. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ വരാത്തത്? എന്തുകൊണ്ടാണ് സിഖുകാർ വരാത്തത്? എന്തുകൊണ്ടാണ് ഇന്ത്യയിലുള്ള മറ്റു വിഭാഗങ്ങൾ വരാത്തത്? ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവരുടെയൊക്കെ വോട്ട് ബാങ്കായിട്ട്, മമതയുടെ വോട്ട് ബാങ്കായിട്ട്, RJDയുടെ വോട്ട് ബാങ്കായിട്ട്, കോൺഗ്രസിന്റെ വോട്ട് ബാങ്കായിട്ടൊക്കെ ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ കുടിയേറുന്നത്. കാരണം അവർക്ക് ഇവിടെ റേഷൻ കാർഡുണ്ട്, അവർക്ക് ഇവിടെ വോട്ടേഴ്സ് കാർഡുണ്ട്, അവർക്ക് ഇവിടെ ആധാർ കാർഡുണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്തിനേറെ പറഞ്ഞത്, കേരളത്തിൽ നിന്ന് കണ്ട് 87 മലയാളികളെയാണ് ബംഗാളികൾ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഇനി ബംഗാളിയാണോ ബംഗ്ലാദേശി ആണോ എന്ന് നാളെ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോഴേ അറിയൂ. നമ്മുടെ ഇവിടുത്തെ പലപ്പോഴും നമ്മുടെ പോലീസുകാർ പല അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് അസാമിൽ വരെ പോകും, ആസാം സ്വദേശിയാണെന്ന് പറഞ്ഞിട്ട്. അതിൽ പലരും പറയുന്ന കാര്യം ഈ അസാം അല്ല ഇവരുടെ കറക്റ്റ്. അസാം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ബംഗ്ലാദേശികളാണ്. അവിടെ ചെല്ലുമ്പോൾ കാണില്ല ഈ പാർട്ടിയെ. കാരണം നമ്മുടെ പോലീസിന് ബംഗ്ലാദേശിന്റെ അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല, അത് വേറൊരു രാജ്യമാണ്. അപ്പം ഈ കുടിയേറ്റം അതാണ് ഒറ്റയടിക്ക് ഈ മുസ്ലിം ജനസംഖ്യ കൂടുതലിന്റെ കാര്യം. ജനിതകപരമായ, അതായത് ഗർഭിണിയായി പ്രസവിച്ചുണ്ടാകുന്ന കുട്ടികളല്ലിത്.
ഇത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഉണ്ടാകുന്നവന്മാര് ഇവിടെ വരുന്നു, ഈ രാജ്യത്ത് വോട്ടർ പട്ടികയിൽ കടന്നുകൂടുന്നു, ആധാർ കാർഡിൽ കടന്നുകൂടുമ്പോഴത്തേനാണ് അവരുടെ ജനസംഖ്യ കൂടുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ തിക്തഫലം അനുഭവിക്കുന്ന ആരാന്നറിയാവോ? മുസ്ലിങ്ങൾ തന്നെയാണ് ഈ രാജ്യത്തെ. അതറിയണമെന്നുണ്ടെങ്കിൽ ആസാമിൽ പോകണം, അതറിയണമെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ പോകണം. അവിടുത്തെ തദ്ദേശീയമായ മുസ്ലിങ്ങളോട് വിളിച്ച് ചോദിക്കണം, ഇവന്മാര് വന്നതുകൊണ്ട് നമ്മുടെ സമുദായത്തിന് ഗുണമില്ലെന്ന് വയ്ക്കുമ്പോൾ അവർ മുഖത്താട്ടും. അവർ പറയും, ഇവന്മാര് വന്ന് കയറിയത് കൊണ്ട് എന്റെ കൊച്ചിന് കിട്ടേണ്ട സംവരണം അവന്മാര് കൊണ്ടുപോയി, എന്റെ കുട്ടിക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പ് അവർ കൊണ്ടുപോയി, എനിക്ക് കിട്ടേണ്ട വീട് അവർ കൊണ്ടുപോയി, എനിക്ക് കിട്ടേണ്ട എല്ലാം കൊണ്ട്. അതായത് ആ ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ച് വളർന്ന മുസ്ലിമിന് കിട്ടേണ്ട സകല മാനവിക സർക്കാർ ആനുകൂല്യങ്ങളും തട്ടിയെടുക്കുന്നത് വന്നു കയറിയ ഈ കുടിയേറ്റ മുസ്ലിംസാണ്. മതം പുഴുങ്ങി തിന്ന വിശപ്പ് മാറില്ല, മതം പുഴുങ്ങി തിന്ന സ്കോളർഷിപ്പ് കിട്ടില്ല, പകരം ഈ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കിട്ടണം. ഇത് മുഴുവൻ കൊണ്ടുവന്നവരാണ്. അതുകൊണ്ട് എന്ത് പറ്റി? തദ്ദേശീയരായ മുസ്ലിങ്ങൾ ഇവർക്കെതിരായി. ആസാമിലെ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ധൈര്യം കിട്ടിയത്? തദ്ദേശീയരും അവിടുത്തെ ഈ മതപണ്ഡിതന്മാരും ഒറ്റക്കെട്ടായി ഹിമന്ത ബിശ്വ ശർമ്മയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അടിച്ചിറക്കുമാരെ എന്ന് പറഞ്ഞു, ഞങ്ങളാണ് ഇവിടുത്തെ യഥാർത്ഥ മുസ്ലിം ഈ നാട്ടിന്റെ. അവിടെയാണ് ആ ബലം കിട്ടുന്നത്. യോഗി ആദിത്യനാഥ് വിളിച്ചു കൂട്ടി ഈ മുസ്ലിം മതപണ്ഡിതന്മാരുടെ അടുത്ത്. അവരോട് ഞങ്ങൾക്കറിയത്തില്ല ഇവരെ, ഞങ്ങളോട് യാതൊരു ബന്ധവുമില്ല, അടിച്ചിറക്കിക്കും, ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവിടുത്തെ ഈ മസ്ജിദുകളും മദ്രസകളും ഒക്കെ ഇടിച്ചു പൊളിക്കുമ്പോൾ വലിയ വാർത്തയാകാത്തതിന്റെ കാരണം അതാ. കാരണം ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവന്റെ അത്. നേരെ പറഞ്ഞ് യു പിയിലെ ഒരു നിയമപരമായ ഒരു മസ്ജിദ് ആയിരുന്നുണ്ടെങ്കിൽ വലിയ പകുലുണ്ടാകില്ലായിരുന്നോ? അപ്പൊ അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് ആ വിഷ്വൽസ് ആണ് നമ്മുടെ ഈ കേരളത്തിലടക്കം സുഡാപ്പികൾ ഈ വീഡിയോ വെട്ടിയിട്ടിട്ട് പറയുന്നു, യോഗി കണ്ടില്ലേ മസ്ജിദ് തകർക്കുന്നു, മസ്ജിദ് തകർക്കുന്നു. ഏതാ ഈ മറ്റവന്റെ മസ്ജിദ്? അത് ഈ കുടിയേറ്റക്കാരൻ. അപ്പൊ ഈ പുതിയ വോട്ടർ പട്ടിക വരുമ്പോൾ സ്വാഭാവികമായി തന്നെ ഇവരെ വോട്ടർ പട്ടിക നീക്കം ചെയ്യും. അപ്പോൾ സ്വാഭാവികമായി തന്നെ ധനുഷ് മുമ്പും ചോദിച്ചിട്ടുണ്ട്, അന്നും ഞാൻ ഉത്തരം നൽകിയിട്ടുണ്ട്, ഇപ്പോഴും നൽകിയിട്ടുണ്ട്. ഇന്നലെ അമിത്ഷായും ആ ഉത്തരം തന്നെയാണ് നൽകിയത്. കാരണം അവർക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാന്ന് വെച്ചാൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നു, അവരെ പുറത്താക്കുന്നില്ല നമ്മൾ. അവർ ഇന്ത്യൻ പൗരനല്ലാതെ ഈ രാജ്യത്ത് കഴിയാൻ പറ്റും. അപ്പോൾ ഇവരുടെ സ്നേഹമെല്ലാം തീരും, രാഷ്ട്രീയ പാർട്ടികളുടെ സ്നേഹം തീരും. വോട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവരെ സ്നേഹിക്കുന്നത്? നമ്മുടെ നാട്ടിൽ തന്നെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി തിരിഞ്ഞു നടക്കും, നമുക്ക് വോട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ടുമ്പോൾ ചിരിച്ചു കാണിക്കും. അപ്പൊ ഇവന്മാർക്ക് വോട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നടക്കുവോ? ബീഹാറിൽ വിഷമമാണ്, പിന്നെ ബംഗ്ലാദേശില് വെസ്റ്റ് ബംഗാളില്, ആസാമില്, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും ഉണ്ട് ഇത്. അപ്പോ ഏതാണ്ട് ഒരു 1.5 കോടി പേര് ഈ വോട്ടർ പട്ടിക പുതുക്കുന്നതിലൂടെ വരും. എന്നിട്ട് അമിത്ഷാ ഒരു ഉഗ്രം വെല്ലുവിളിയോട് നടത്തിയിട്ടുണ്ട്. അമിത്ഷാ പറയുന്നത്, നിങ്ങൾ വേണമെങ്കിൽ കോടതിയിൽ പോകൂ എന്നാണ് പറയുന്നത്. കോടതി സമ്മതിക്കുവോ? കോടതി പറയുവോ ഈ അന്യരാജ്യത്ത് നിന്ന് വന്നതിന് ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റ് പേരെടുക്കാനായിട്ട്? പറയില്ലല്ലോ. ഇവന്റെ ഡോക്യുമെന്റ് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞില്ലേ കോടതി? സുപ്രീം കോടതി പറഞ്ഞില്ലേ ഡോക്യുമെന്റ് കൊടുത്തിട്ട് അവനെ വോട്ട് ചെയ്യിക്കുന്നു? ഡോക്യുമെന്റ് എവിടെ? വ്യാജ ഡോക്യുമെന്റ് അല്ലല്ലോ ഡോക്യുമെന്റ് ആയിട്ട് വേണ്ടത്. പിന്നെ ആധാർ എന്ന് പറയുന്നത് നമ്മുടെ പൗരത്വരേഖയല്ല ആധാർ. ആധാർ ആർക്കും ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ചോദിക്കും ആധാറിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ആധാറൊക്കെ തീരുകയാണ് നമ്മുടെ രാജ്യത്ത്. പുതിയൊരു സംവിധാനം വരികയാണ്, ഒരു ഡിജിറ്റൽ കാർഡ് വരുന്നു. എനിക്ക് തോന്നുന്നത് 2026 ആകുമ്പോഴേക്കും എല്ലാവർക്കും പുതിയൊരു കാർഡായിരിക്കും. അതായത് എല്ലാം ആ കാർഡിൽ ഉണ്ടാകും. നമ്മുടെ ഈ ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ളതുപോലെ നമ്മുടെ ഈ വസ്തുവിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഉണ്ടാകും, ആ നമ്പർ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ സർവേയുടെ നമ്പർ ഉണ്ടാകും, നമ്മുടെ ലൈസൻസ് നമ്പർ ഉണ്ടാകും, നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ ഉണ്ടാകും, എല്ലാം അതിലുണ്ടാകും. ഒരൊറ്റ കാർഡിൽ വ്യക്തമാകും നമ്മുടെ കുടുംബവും ചരിത്രവും പശ്ചാത്തലവും എല്ലാം. അങ്ങനെ ഒരു കാർഡ് 2026 വരിക. അപ്പൊ നമ്മുടെ പഴയ ആധാർ സിസ്റ്റം മാറുക മൊത്തം. ആ ഒരു സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ അമിത്ഷാ പറഞ്ഞതിനെ ഭീതിയോടെ കാണണം. അതായത് കുടിയേറിയ മുസ്ലിം വിഭാഗം, അല്ലാതെ ഇവിടെ ഉള്ളവരല്ല. അവരെ സംരക്ഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അപഹാസ്യരാകത്തേ ഉള്ളൂ രാഷ്ട്രീയ പാർട്ടിക്കാരും നേതാക്കളും. പക്ഷെ അമിത്ഷാ ആഗ്രഹിക്കുന്ന എന്തായിരിക്കും എന്നറിയുമോ? ഇവര് തെരുവിലോട്ട് ഇറങ്ങി പ്രതിഷേധവും കലാപങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. കാരണം ഇപ്പൊ നമ്മുടെ രാജ്യത്ത് കാണുന്ന ഒരു ട്രെൻഡ് അതാണ്. ഇവരിപ്പോ കോടതിയിലോട്ട് പോയി നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവന്മാർക്ക് വർഷങ്ങളോളം ഇവിടെ താമസിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം ഇതൊക്കെ നടപടിയായി വരെ ഒരുപാട് സമയം എടുക്കുമല്ലോ. മറിച്ച് അവന്മാർ തെരുവിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഈസി ആയിട്ട് അവന്മാർ അടിച്ചോട്ടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഇവിടെ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി പറഞ്ഞായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ നടപടിയായിട്ട് മുമ്പോട്ട് പൊക്കളാൻ പറഞ്ഞായിരുന്നു. നിങ്ങളത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കേണ്ട ആ നടപടിയായിട്ട് നിങ്ങൾ മുമ്പോട്ട് പൊക്കോ എന്ന് പറഞ്ഞു. അത് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരതിനായിട്ട് മുമ്പോട്ട്. അതിനിപ്പോ കോടതിയുടെ കേസ് തീരുന്നവരൊന്നും കാത്തിരിക്കത്തൊന്നുമില്ല. കേസൊക്കെ പിന്നെ വരുന്ന കാര്യങ്ങളാണ്. അത് നീണ്ടൊന്നും പോയില്ല. കാരണം ഇത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു സാധനമായതുകൊണ്ട് അധികം നീണ്ടൊന്നും പോകില്ല. ഭരണഘടനാ ബെഞ്ചിനായിരിക്കും ഇത്. സ്വാഭാവികം നീണ്ടുപോകാൻ സാധ്യതകളില്ല ഇത് മറ്റു കേസുകളെ കണക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അമിത്ഷാ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. അതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞതായത് 1.5 കോടി 1.5 കോടിയാണോ അത്ര അനധികൃത കുടിയേറ്റക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളത്. അവരുടെ വോട്ട് ഇതിൽ ഉണ്ട്, വോട്ടേഴ്സ് ലിസ്റ്റിൽ നീക്കുവോ അങ്ങനെ ഒരു കണക്ക് പറഞ്ഞു. ഞാനത് പെട്ടെന്ന് ഓർക്കുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന്. താങ്ക് യു.